ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കിളിക്കൂട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഓണം വ്ലോഗുമായിട്ടാണ്. ഓണത്തിന് പൂക്കളം ഇടുന്ന തിരക്കിലാണ് പാറു. നമ്മളെ പൂക്കളത്തിൻ്റെ സെൻട്രലായിട്ടൊരു ഗണപതിനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഗണപതി പാവല്ലെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സമയം പാറുവിൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓണാഘോഷിക്കും. ഓണായാലും വിഷു ആയാലും എല്ലാവരും കൂടി ആഘോഷിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ അമ്മേനോട് പറയാറുണ്ട്, നമുക്കിങ്ങനെ ആഘോഷിക്കണം. അച്ഛൻ്റെ വീട്ടിലായാലും അമ്മേൻ്റെ വീട്ടിലായാലും അത്തമ്മേനോടും മൂത്തമ്മേനോടും എല്ലാം പറയാറുണ്ട്. പക്ഷെ അതിന് ഇപ്പാണ് ഈ അവസരം എത്തത്. മുഷേന്റി നിങ്ങളെ കണ്ടില്ലല്ലോ, നിങ്ങളെന്താ പരിപാടി? ഇനി യൂട്യൂബിൽ കാണാം. യൂട്യൂബിൽ ശൈലമുത്ത യൂട്യൂബിൽ വരാ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പം കുറച്ച് ഫോട്ടോ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞ് അച്ചാച്ചൻ്റെ അമ്മമ്മേൻ്റെയും കൂടെ അമ്മയും കയറി ഫോട്ടോ എടുത്തു. പിന്നെ അമ്മയും പാറും ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ തറവാട്ടിലിട്ട പൂക്കളം. നല്ല അടിപൊളി പരിപാടിയായിരുന്നേ. എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല രസമായിരുന്നു. പിന്നെ പാറു ആസ് യൂഷ്വൽ എല്ലാവരുടെയും കയ്യിലായിരുന്നു. ബിജുവപ്പൻ കണ്ടെടുക്കുന്നിടത്ത് കൊണ്ടുപോയി. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലായി. അപ്പന്മാരും പിന്നെ മക്കളും എല്ലാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നേ. ബിരിയാണി ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു ചെറിയ കസേല കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആൻറ്റിമാരൊക്കെ ഫുഡ് കഴിക്കലായി. പിന്നെ എല്ലാവരും ഓരോ ഭാഗത്ത് ബിരിയാണി തിന്നാൻ്റെ ഒരു ഹാങ് ഓവറിൽ എല്ലാവരും അവിടെ ഇരിക്കലായി. ഈ കസേലക്കളിയാണ് എനിക്ക് മിസ്സായത്. ഈ ടൈമിൽ നമ്മളൊരു സിനിമക്ക് പോയായിരുന്നു. ഇങ്ങനെ പരിപാടിയാക്കുന്ന കാര്യം മുൻകൂട്ടി പറഞ്ഞായിരുന്നെങ്കിൽ സിനിമക്കൊന്നും പോകില്ലായിരുന്നു. ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അമ്മ ക്യാഷ് പ്രൈസ് എല്ലാം വാങ്ങിയിട്ടാണ് വിട്ടില്ല അന്ന്. അപ്പോൾ ഇതിൽ ജയിച്ചത് നമ്മളെ അമ്മയാണ്. അമ്മക്ക് നടുവേദനയാണ്. എന്നാലും ഈ വക കാര്യങ്ങളോട് അമ്മക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടേ അമ്മ കഷ്ടപ്പെട്ട് നടുവേദന കൊണ്ട് കളിച്ചിട്ട് ഫസ്റ്റ് തന്നെ വാങ്ങിന്. നടുവേദന എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോക സിനിമ കാണാൻ പോയി, മട്ടന്നൂർ ഓറോ സിനിമാസിൽ. അത് കഴിഞ്ഞ് സിനിമയൊക്കെ കഴിഞ്ഞ് അടിപൊളി സിനിമയായിരുന്നേ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.